ദൈവം അനീതിയുള്ളവനല്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. അനീതിയാൽ നിറഞ്ഞ ലോകമാണ് ഇത്. നീതിയോടെ ജീവിക്കുന്നവർക്ക് കഷ്ടം വരുന്നത് കാണുമ്പോൾ, ദുഷ്ടന്മാരുടെ ജയം കാണുമ്പോൾ നമുക്ക് ആശങ്ക ഉളവാകാറുണ്ട്. എന്നാൽ നമ്മുടെ ദൈവം അനീതിയുള്ളവനല്ല. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 4-ാം വാക്യം. ദൈവം പാറ, തൻ്റെ പ്രവൃത്തികൾ അത്യുത്തമം, തൻ്റെ വഴികളൊക്കെയും ന്യായം. ദൈവം വിശ്വസ്തതയുള്ള ദൈവമാണ്. താൻ വ്യാജമില്ലാത്തവനും നീതിയും നേരുമുള്ളവനുമാണ് എന്ന് വചനം പറയുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം തന്നെ നീതിയാണ്. അതായത് ദൈവം ചെയ്യുന്നതെല്ലാം ശരിയാണ്. മനുഷ്യർക്കാണ് തെറ്റുപറ്റുന്നത്. ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റുകയില്ല. ദൈവം രഹസ്യമായി മനുഷ്യഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. 33-ാം സങ്കീർത്തനം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെ ഒക്കെയും കാണുന്നു. യഹോവ തൻ്റെ വാസസ്ഥലത്ത് നിന്ന് സർവ്വഭൂവാസികളെയും നോക്കുന്നു. അവനവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മെനഞ്ഞിരിക്കുന്നു, അവരുടെ പ്രവൃത്തികളെ ഒക്കെയും ഗ്രഹിക്കുന്നു എന്ന് കാണുന്നു. നാം ചെയ്യുന്ന നന്മയും തിന്മയുമെല്ലാം ദൈവം കാണുന്നു. നമ്മുടെ രഹസ്യമായ പ്രാർത്ഥന, ആരുമറിയാത്ത സഹായങ്ങൾ, നിശബ്ദമായ സഹനങ്ങൾ എല്ലാം ദൈവം അറിയുന്നു. അതിനാൽ ഒരു മനുഷ്യരുടെയും നിർദ്ദേശം സ്വീകരിച്ചിട്ടല്ല ദൈവം തനിക്കായി പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നത്. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. ദൈവം നീതിമാനായതിനാൽ ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നു. നന്മ ചെയ്യുന്നവർക്ക് അനുഗ്രഹവും ദോഷം ചെയ്യുന്നവർക്ക് ന്യായവിധിയും എന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നാൽ പോലും അപ്പോഴും ദൈവം അനീതിയുള്ളവനല്ല. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി താൻ ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കാത്ത കാര്യങ്ങൾ പോലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നന്മയ്ക്കാണ്.